ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാലത്ത് എണീറ്റിട്ട് വേഗം ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ചായക്കുള്ള പാലും വെച്ചു. പിന്നെ വിജയശേട്ടൻ കാലത്ത് വരും. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൊർണൂർ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ മണിക്കൂട്ടന് ട്യൂഷന് പോകണം. അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചെറിയൊരു പാക്കറ്റ് ബ്രൂ കോഫിയുടെ പൊടിയുണ്ട്. അപ്പോൾ മണിക്കൂട്ടന് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ വാവച്ചിക്കും. പിന്നെ എനിക്ക് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് കാപ്പിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം പാലൊക്കെ തിളച്ച് വന്നപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 2 പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉച്ച തിരിഞ്ഞിട്ട് ഒരു പാക്കറ്റ് പൊടി വൈകുന്നേരം വാവച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രൂ കോഫിയുടെ കട്ടൻ കാപ്പിയായാലും പാൽ കാപ്പിയായാലും കുടിക്കാൻ. അപ്പോൾ ആൾ ഇന്നലെ വൈകുന്നേരം ബിഗ് ബോസ് കാണുമ്പോൾ ഒരു പാക്കറ്റ് പൊടി എടുത്തിട്ട് കാപ്പി ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കുടിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു പാക്കറ്റ് പൊടി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി വാവച്ചിക്കും മണിക്കൂട്ടനും. പിന്നെ കുറച്ച് ചായ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിജയശേട്ടൻ വരുമ്പോൾ കൊടുക്കാമല്ലോ, പിന്നെ എനിക്കും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വേഗം പിന്നെ ഞാൻ ചായയിലേക്ക് ഇട്ട് കൊടുത്തു ബാക്കിയുള്ള പാലിൽ. അത് കഴിഞ്ഞിട്ട് ഞാനത് അരിച്ചെടുത്തു. അപ്പോൾ നേരമൊന്നും വെളുത്തിട്ടില്ല. മണിക്കൂട്ടന് 6 മണിക്കാണല്ലോ ട്യൂഷൻ. ഞാനൊരു 5 മണി 5:15 ആയപ്പോൾ എണീറ്റു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുളിക്കാനൊക്കെ വെള്ളം വെക്കണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന് ഞാൻ ട്യൂഷന് പോകണില്ല അമ്മേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കാലത്തല്ല പൂജ വെക്കണത്, ഉച്ച തിരിഞ്ഞിട്ടാണ്, നീ വേഗം ട്യൂഷന് പോകാൻ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ആൾക്കുള്ള കാപ്പിയൊക്കെ ചൂടാക്കിയിട്ട് വേഗം കൊണ്ടുപോയി കൊടുത്തു. അപ്പം അങ്ങനെ മണിക്കൂട്ടനെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ തലേ ദിവസം തന്നെ കൊള്ളിയൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളിക്കറിയും പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിജയശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളി ഇഡ്ഡലിയും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഞാൻ കാലത്ത് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഞാൻ വേഗം മണിക്കൂട്ടനല്ലേ കൊള്ളിയൊക്കെ നുറുക്കി തന്നത്. അപ്പോൾ ഇത്തിരി വലുതായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെറുതാക്കി ചെറിയ ചെറിയ പീസുകളാക്കി കുറച്ചൊക്കെ എടുത്തിട്ട് ബാക്കി ഒക്കെ കറക്റ്റ് പാകമായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴുകി വാരിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ചോറ് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോറും പിന്നെ എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ ഭയങ്കര ജലദോഷം ചുമയൊക്കെയാണ്. അപ്പോൾ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലാണ്. അപ്പോൾ അങ്ങനെ അത് കാരണം ഞാൻ ഇന്ന് കാലത്ത് എണീറ്റ വശം ഒന്നും കുളിച്ചില്ല. അല്ലെങ്കിൽ കാലത്ത് എണീറ്റ വശം കുളിക്കും. അപ്പോൾ അങ്ങനെ പോണ നേരത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടിയും കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടു. എപ്പോഴും വെള്ളം ഇതൊക്കെ ആകുമ്പോൾ ഞാൻ അപ്പം തന്നെ കൈയോടെ തുടയ്ക്കും. അപ്പം അങ്ങനെ തുടച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ വേഗം ചൂടായിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി എനിക്ക് മിറ്റടിക്കാനും പിന്നെ പാത്രങ്ങൾ കഴുകാനും അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് എന്താ കറി വെക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തൂല്ല. പിന്നെ ഞങ്ങൾ മാത്രമാണെങ്കിൽ ഈ കൊള്ളിക്കറി കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ വിജയശേട്ടൻ വരുമല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ കാലത്ത് തന്നെ വരും. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും കറി വെക്കേണ്ടതെന്ന് വിചാരിച്ചു. പിന്നെ പൂജ വെപ്പായ കാരണം മീനൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ തക്കാളിയും സബോളയും കൂടിയിട്ട് ഒരു മീൻ കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചോറൊക്കെ തിളച്ച് വെന്ത് വന്നപ്പോൾ ഞാനതൊക്കെ വാർത്ത് വെച്ചു. അപ്പോഴേക്കും കൊള്ളിയും ഒരുവിധം വെന്തു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഒരു നാളികേരമൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പോൾ ചട്നിയും പിന്നെ കൊള്ളിഷ്ടവും ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കൊള്ളിഷ്ടമല്ല, വെറുതെ കൊള്ളി ഉള്ളി മുളകും മൂപ്പിച്ച് കാച്ചാണ്, അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം. അപ്പം അങ്ങനെ ഞാൻ നാളികേരമൊക്കെ ഉടച്ചെടുത്തിട്ട് അതൊക്കെ ചെരുകി എടുത്തിട്ട് വേഗം ചട്നി അരയ്ക്കാനായിട്ട് നോക്കുകയാണ്. വെറുതെ പച്ചമുളകും ചുമന്നുള്ളിയും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വേഗം അതൊക്കെ അരച്ചെടുത്തു. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നതിന് ശേഷം ഇനി എനിക്ക് കുറച്ചും കൂടി നാളികേരം ചിരകിയെടുക്കണം. കൈയോടെ ഞാൻ നാളികേരം ചിരകാമെന്ന് വിചാരിച്ചിട്ട് ചിരകിയപ്പോൾ ചട്നിയിലേക്ക് എടുത്തപ്പോൾ പിന്നെ ബാക്കി കറിയിലേക്ക് തികയില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിരകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വേഗം ചട്നിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം അതൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ചട്നി തന്നെ ഉണ്ടാക്കണുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കൊള്ളിക്കറി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത്ര ചട്നി മതി. കുറേ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ബാക്കിയാവും. അപ്പം അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വളിച്ചു പോവും. പിന്നെ അത് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെച്ചാലും ഒരു ടേസ്റ്റ് തോന്നില്ല. അപ്പം അങ്ങനെ കൈയോടെ ഞാൻ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ കഴുകി. എന്താണെന്ന് വെച്ചാൽ ഒപ്പം പാത്രങ്ങൾ കഴുകിയാൽ കുറച്ച് പാത്രം കുറയും, പിന്നെ ഉണ്ടാവും പാത്രങ്ങൾ കഴുകാനായിട്ട്. അപ്പം അങ്ങനെ ചട്നിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ കടുകും വറ്റൽമുളകും വേപ്പിലൊക്കെ വറുത്തിടാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ അതും കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് കറി വെക്കാനായിട്ട്. അപ്പം അങ്ങനെ അതൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാനത് ചട്നിയിലേക്ക് അരച്ച് വെച്ച അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പം അങ്ങനെ ചട്നി ആയി കിട്ടി. അപ്പം അങ്ങനെ ചട്നിയും ഇതൊക്കെ ആയി. അപ്പോൾ ഇഡ്ഡലിയുടെ മാവ് നോക്കിയപ്പോൾ ഇത്തിരി കൂടി പൊന്തി വരട്ടെ എന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ വശം നോക്കിയപ്പോൾ അധികം പൊന്തിയിട്ടില്ല. അപ്പോൾ ഞാൻ തിരക്കൊന്നുമില്ലല്ലോ, പതുക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ കൊള്ളിയൊക്കെ തുറന്ന് നോക്കിയപ്പോഴേ കൊള്ളി ഒന്നും കൂടി വേവണം, തീരെ വെന്തിട്ടില്ല. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഉടച്ചിട്ട് ഒന്നും കൂടി വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം 2 തക്കാളിയും ഒരു തക്കാളി എടുത്തുള്ളൂ, ഒരു തക്കാളിയും ഒരു സബോള എടുത്തിട്ട് ഒരു ചെറുതായിട്ടൊരു മീൻകറി പോലെ ഇത്തിരി നാളികേരം പെരിഞ്ചീരകമൊക്കെ അരച്ചിട്ട് ഒരു മീൻകറി
മീൻകറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ പൂജ വെപ്പായ കാരണം ഞാൻ മുട്ടയും മീനും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ സബോളയും തക്കാളിയൊക്കെ വേഗം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യമുള്ള പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ പച്ചേനെ ഇട്ട് കൊടുക്കണത്, ചൂടാക്കിയിട്ട് ഇടണമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു തട്ടിക്കൂട്ട് മീൻകറി പോലെയാണ് വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്താണ് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ വേഗം സബോളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയൊക്കെ അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിരുമ്പി അതാക്കിയിട്ട് എടുത്തു. അപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടൊക്കെ വേഗം അരിഞ്ഞ് വെച്ചു. എന്നിട്ട് ഞാൻ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളകും പൊടി പിന്നെ ഞാൻ പറഞ്ഞില്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് തിരുമ്പി കൂട്ടി വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ തക്കാളി സബോളയും വഴറ്റണമൊന്നുമില്ലല്ലോ, അപ്പോൾ ഒന്ന് വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റടിക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര ജലദോഷവും തൊണ്ടവേദനയും ചുമയൊക്കെയാണ്. എന്താണെന്നറിയില്ല, ശനിയാഴ്ച തുടങ്ങിയതാണ്. അപ്പോൾ മണിക്കൂട്ടനും വാവിച്ചിക്കും ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നു. പിന്നെ വീട്ടിൽ അനിയനും പനി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ അവിടെ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം സബോളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് അതൊക്കെ നന്നായിട്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പി പിന്നെ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒരു തക്കാളിയല്ലുള്ളൂ, അപ്പോൾ അത്ര പുളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ചു. എന്നിട്ട് ഞാൻ അത് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ട് വേഗം നാളികേരം പെരിഞ്ചീരകം കൂടിയിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അപ്പോഴേക്കും ഞാൻ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇത് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ തക്കാളി സബോളയൊക്കെ വെന്ത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ നോക്കിയപ്പോൾ നന്നായി പൊന്തി വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നായി കലക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ വേഗം ഇഡ്ഡലി തട്ടൊക്കെ കഴുകി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തടവി കൊടുത്തു. എന്നിട്ട് വേഗം ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊള്ളി വെന്ത് കഴിഞ്ഞാൽ അതും വറുത്തിട്ട് കാച്ചിയെടുത്ത് കഴിഞ്ഞാൽ ആ പണിയും കഴിഞ്ഞുല്ലോ. അപ്പം അങ്ങനെ ഞാൻ വേഗം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. ഇവിടെ മണിക്കൂട്ടന് വാവിച്ചിക്കും ഇഡ്ഡലി അത്ര ഇഷ്ടമില്ല. അപ്പോൾ 2 ചപ്പാത്തി ഇരിക്കുന്നുണ്ട് തലേ ദിവസം വാങ്ങിച്ചത്. അപ്പോൾ വാവിച്ചിക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. വാവിച്ചി അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അച്ഛന് കണ്ണിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിമിരത്തിൻ്റെ. പക്ഷെ അത് എന്തോ ശരിയായില്ല. അപ്പം അച്ഛൻ ഇപ്പം ആയുർവേദമാണ് കാണിക്കണത്. അപ്പോൾ വാവിച്ചിയോട് വരുമോ ചോദിച്ചപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് PT-യുടെ ഒരു മീറ്റിംഗ് ആണ് സ്കൂളിൽ. അത് കാരണം ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അച്ചാച്ചൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് 8:30 ആകുമ്പോഴേക്കും ബിജേഷേട്ടൻ വന്നു കഴിഞ്ഞാൽ അവളതിനെ പാർലിക്കാട്ടിൽ നിന്ന് ബസ് കയറ്റി കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ വെളപ്പാറ റൂട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് വന്നോളൂല്ലോ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വാവിച്ച് എണീറ്റിട്ടില്ല, വിളിക്കണം. പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഞാൻ വേഗം ഇഡ്ഡലിയൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴേക്കും ബിജേഷേട്ടൻ വന്നു. അപ്പോൾ പെട്ടെന്ന് ബെല്ലടിച്ചപ്പോഴേ വാതിൽ വന്ന് തുറന്ന് നോക്കിയപ്പോൾ അപ്പോൾ ആൾ വേഗം പോയിട്ട് വാവച്ചീനെയാണ് നോക്കണത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം 5-10 ദിവസമായിട്ടുള്ള പോയിട്ട് പിന്നെ പൂജ വെപ്പായിട്ട് അവിടെ 2-3 ദിവസം മുടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം വന്നതാണ്. അപ്പോൾ എല്ലാ പണിക്കാരും പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ആളും പോന്നു. പിന്നെ വാവച്ചീനെ പോയി വിളിച്ചു. മണിക്കൂട്ടനെ എവിടെയോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മണിക്കൂട്ടൻ ട്യൂഷന് പോയിന്ന്. അപ്പോൾ അങ്ങനെ ബിജേഷേട്ടൻ വന്നു. ബിജേഷേട്ടൻ വന്ന വശം വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ട് ആൾ പിന്നെ ബാത്റൂമിൽ പോകാനും കുളിക്കാനും ട്രെയിനിലല്ലേ വന്നത്, കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല കഫക്കെട്ടുണ്ട്, അവിടെ നല്ല തണുപ്പാണ് ബാംഗ്ലൂർ. അത് കാരണം നല്ല കഫക്കെട്ടൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കാണിക്കണം. അപ്പം അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മീനിടാത്ത മീൻകറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം അപ്പോഴേക്കും ഇഡ്ഡലിയും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ തട്ടുന്നൊക്കെ എടുത്തിടുകയാണ്. നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. നല്ല പതൊക്കെ ഉള്ള നല്ല ഇഡ്ഡലി ആയിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു തട്ടും കൂടി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഈ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ ഉള്ളിയുടെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ വാവിച്ച എന്നോട് വന്നിട്ട് ചോദിക്കുകയാണ് ഏത് ഡ്രസ്സ് ഇടണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാവിച്ച നീ കല്യാണത്തിനൊന്നല്ലല്ലോ പോണത്, അച്ചാച്ചൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്കല്ലേ പോണേന്നൊക്കെ ചോദിച്ചിട്ട് അവളെന്നെ ചീത്ത പറയായിരുന്നു. ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് വേഗം പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചീത്ത പറഞ്ഞു. അപ്പോൾ ബിജേഷേട്ടൻ പറഞ്ഞു അച്ഛൻ കുളിച്ച് വരുമ്പോഴേക്കും വേഗം ഡ്രസ്സൊക്കെ മാറിക്കോ, അപ്പോൾ അച്ഛൻ പാർലിക്കാട്ടിൽ നിന്ന് ബസ്സൊക്കെ കയറ്റി തരാമെന്നൊക്കെ അവളോട് പറയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോഴേക്കും വേഗം ഞാൻ അവൾക്ക് 2 ചപ്പാത്തിയൊക്കെ ചുട്ടു കൊടുത്തു. ആൾക്ക് ഞാൻ പറഞ്ഞില്ല ഇഡ്ഡലി വലിയ ഇഷ്ടമില്ലാന്ന്. അപ്പോൾ മണിക്കൂട്ടന് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും കൊള്ളി വെന്തിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. മീൻകറിയല്ല, വെറുതെ തക്കാളി സബോളയുള്ള കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം
അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീൻ കറി വെക്കിയാലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കളറും ഭംഗിയും തോന്നും കറിക്ക്. അപ്പം അങ്ങനെ ഞാനതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ കറിയായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ബിജേഷേട്ടൻ ബാത്റൂമിൽ പോവിലും കൂളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം ആൾക്ക് ചായയൊക്കെ കൊടുത്തു. ഇഡ്ഡലിയും പിന്നെ തക്കാളിക്കറിയും പിന്നെ കൊള്ളിയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്കും മണിക്കുട്ടന് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേഗം അവന് ദോശയൊക്കെ കൊടുത്തു. അപ്പോൾ അവനും പറഞ്ഞു അവന് ഇഡ്ഡലി വേണ്ടാന്ന്. പക്ഷേ ഇഡ്ഡലി ഉണ്ടാക്കിയത് കൂടിപ്പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്കൂളിലേക്ക് ഇഡ്ഡലി കൊടുത്തു വിട്ടു. എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അത് ചിലവായിക്കോളൂല്ലോ. അപ്പം അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു ഇന്ന് ചോറാക്കണില്ല, ഇഡ്ഡലി കൊണ്ടുപോകോളാൻ പറഞ്ഞിട്ട് ഇഡ്ഡലിയും കൊള്ളിക്കറിയും പിന്നെ കുറച്ച് ചട്നിയൊക്കെ കൊടുത്തയച്ചു. ചട്നി കേടാവുമെന്നൊന്നും എനിക്കറിയില്ല, വേറെ പാത്രത്തിലാണ് കൊടുത്തയച്ചത്, എന്നാലും കൊടുത്തയച്ചു. പിന്നെ വാവച്ചീനെ ബിജേഷേട്ടൻ കൊണ്ടുവന്നാക്കി കൊടുത്തു. അപ്പം അങ്ങനെ ഞാൻ വേഗം പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയെടുത്തതിന് ശേഷം മണിക്കുട്ടനോട് ഞാൻ പറഞ്ഞു പിന്നെ കൊള്ളിക്കറി ഇനി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കി എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആൾ വന്നിട്ട് എടുത്തൊക്കെ കഴിച്ചു. അപ്പം ഇനി പണികളൊക്കെ കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.